അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കൗൺസിൽ ഫോർ അർഷദീസ് കോളേജ് സംഘടിപ്പിച്ച അൽ അർഷദി മീലാദ് സെമിനാറിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. മൗലിദാഘോഷം വഹാബി സാഹിത്യങ്ങൾ എന്ത് പറയുന്നു എന്ന വിഷയത്തിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. റബീഉൽ അവ്വൽ വരുമ്പോൾ ആധുനിക വഹാബികൾ ഹാലിളകുകയും മൗലിദ് ഓതരുതേ, ബിദ്അത്താണ്, തെറ്റാണ്, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ് സ്റ്റേജിലും പേജിലും രംഗപ്രവേശനം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? ഉത്തമ നൂറ്റാണ്ടിൽ നബിദിന റാലി നടന്നിട്ടുണ്ടോ? എന്നിങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കാറുള്ളത്. എന്നാൽ റഹ്മത്തുല്ലിൽ ആലമീൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊണ്ട് സന്തോഷിക്കണമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ എല്ലാം പറയുന്നുണ്ട്. മുജാഹിദുകളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുൻകാല നേതാക്കളും ഇത് അംഗീകരിക്കുന്നുണ്ട്. അവരുടെ കൃതികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇവരുടെ കൃതികൾ വായിക്കുന്നത് കേട്ടാൽ സുന്നികൾ മൗലിദാഘോഷം പരിപാടികൾ നടത്തുന്നതിലും സന്തോഷപ്രകടനം നടത്തുന്നതിലും അല്പം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വരെ നാം സംശയിച്ചു പോകും. അവരുടെ ആദ്യകാല നേതാക്കളെ ആധുനിക മൗലവിമാർ തള്ളിക്കളയുമോ എന്നറിയില്ല. ഇന്ന് നിലവിലുള്ള എല്ലാ മുജാഹിദുകളും അംഗീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണ് അൽ മുർഷിദ്, അൽ ഇർഷാദ് മാസികകൾ. നബിദിനാഘോഷത്തിൽ അവരുടെ നിലപാട് എന്ത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. സത്യം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, ആമീൻ. ആദ്യമായി ആധുനിക മുജാഹിദുകളുടെ നിലപാട് അവരുടെ പത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാം. അൽമനാർ 2011 ഫെബ്രുവരി മാസത്തിൽ അവർ എഴുതുന്നു, മൗലിദാഘോഷം തള്ളിക്കളയേണ്ട ബിദ്അത്ത് എന്ന ശീർഷകത്തിൽ അവർ എഴുതുകയാണ്, റബീഉൽ അവ്വൽ മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസമാണ്. ആ മാസത്തിന് അല്ലെങ്കിൽ ആ മാസത്തിലെ തിരുമേനി ജനിച്ച ദിവസത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചതായി ഒരു രേഖയുമില്ല എന്നവർ പറഞ്ഞു. ആധുനിക മുജാഹിദുകളുടെ വാദം ഇതാണ്. അവരുടെ പ്രസംഗങ്ങളിൽ നാം എപ്പോഴും കേൾക്കുന്നതാണ്. റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ അവർ സോഷ്യൽ മീഡിയകളിലും പ്രഭാഷണങ്ങളിലുമൊക്കെ ഉൾക്കൊള്ളിക്കുന്ന വിഷയമാണ്. എന്നാൽ നമുക്ക് അവരുടെ പൂർവ്വകാല നേതാക്കൾ എന്താണ് ഈ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാട് എന്ന് പരിശോധിച്ച് നോക്കാം. വക്കം മൗലവി ചിന്തകൾ രചനകൾ എന്ന പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചതാണ്. ഡോക്ടർ ടി.കെ. ജാബിർ രചിച്ചതാണ്. അതിൽ വക്കം മൗലവിയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഡോക്ടർ ടി.കെ. ജാബിർ എഴുതുകയാണ്. വക്കം മൗലവി പറഞ്ഞു, റബീഉൽ അവ്വൽ മാസത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ദിവ്യ ചരിത്രം പാരായണം ചെയ്യാത്തതായി ലോകത്ത് ഒരിടത്തും മുസ്ലിങ്ങളുടേതായൊരു ഗ്രഹവും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ആ വക്കം മൗലവിയുടെ ജീവചരിത്രം എഴുതിവെച്ച പുസ്തകത്തിൻ്റെ 147 പേജിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച അവരുടെ ആദ്യകാല മാസികയായിരുന്നു അൽ ഇർഷാദ്. അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ആ മാസിക ഹിജ്റ 1343 ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ പുറത്തിറക്കിയ മാസികയിൽ പറയുന്നു, താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ഹെഡിങ്ങോടുകൂടെയുള്ള ആ പുസ്തകത്തിൽ ഇ.കെ. മൗലവി തന്നെ രേഖപ്പെടുത്തുന്നത് നമുക്കിങ്ങനെ വായിക്കാം. റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. അപ്പോൾ
മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നിർവഹിച്ചു വരുന്ന ഒരു കാര്യമാണ് മൗലിദാഘോഷം എന്നുള്ളത്. അതാർക്കും തള്ളിക്കളയാനാകുകയില്ല എന്ന് അദ്ദേഹം എഴുതുകയാണ്. തുടർന്ന് എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതരായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിനെ ഓർക്കുകയും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിരറ്റ സ്നേഹത്തെ തെളിവാക്കാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിൽ, ആ സ്നേഹത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്നത് എന്ന് അൽ ഇർഷാദ് ഹിജ്റ 1343 റബീഉൽ അവ്വൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ച ആ മാസികയുടെ 144-ാമത്തെ പേജിൽ ഇത് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഇതായിരുന്നു അവരുടെ നിലപാട്. തന്നെയുമല്ല, മൗലിദ് കഴിക്കൽ കൊണ്ട് പ്രതിഫലം കിട്ടുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം തുടർന്നുള്ള വരികളിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത്രയും പറഞ്ഞതുകൊണ്ട് യാതൊരു ഹറാമോ മക്റൂഹോ ഖിലാഫുൽ ഔലയോ കലരാത്ത നിലയിൽ ഷഫീഉന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കഴിക്കുന്നത് കൊണ്ട് ആ പുണ്യാത്മാവ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ മതത്തെ നിലനിർത്തുന്നതിനും സുന്നത്തിനെ ഹയാത്താക്കുന്നതിനും ഉത്സാഹവും ആ നബിയോട് സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു വരുമെന്നും തന്നിമിത്തം അത് നമുക്ക് മഹത്തായ പ്രതിഫലം സിദ്ധിക്കുമെന്നും മനസ്സിലായല്ലോ എന്നാണ് ആ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിൽ 153-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇത് സുന്നികളുടെ പത്രമല്ല, ഇത് സുന്നികൾ പ്രസിദ്ധീകരിക്കുന്ന പത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിക്കുന്ന പത്രമല്ല. ഇത് വഹാബികളുടെ സ്ഥാപക നേതാക്കൾ പുറത്തിറക്കിയ പത്രത്തിലുള്ള വരികളാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. തുടർന്ന് വീണ്ടും പറയുന്നു, ഇനി അവസാനമായി ഒരു അപേക്ഷ കൂടി മാത്രമാണുള്ളത്. നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ്. അവർ മൗലിദിൻ്റെ മജ്ലിസിൽ വന്ന് അറബി മൗലിദ് കേട്ടിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നും അറിയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരാൾ തർജുമ കൂടി പറയുന്നത് വളരെ നന്നായിരിക്കും. അതേ അൽ ഇർഷാദ് പുസ്തകത്തിൽ പേജ് 155 നമുക്കിങ്ങനെ വായിക്കാവുന്നതാണ്. അപ്പോൾ മൗലിദ് ഓതിയാൽ പ്രതിഫലമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അതിന് പുറമെ ഒരു അറിയാത്തവർക്ക് വേണ്ടി ആ ഒരു തർജമ കൂടി നടത്തിയാൽ, അഥവാ ഒരു മദ്ഹുർ റസൂൽ പ്രഭാഷണം കൂടി ആയാൽ വളരെ നന്നായിരുന്നു എന്നാണ് EK മൗലവി ആ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതെല്ലാം ആധുനിക വഹാബികൾ നല്ലപോലെ ശ്രദ്ധിക്കുകയും ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പത്രമാണല്ലോ അൽ മുർഷിദ്. അൽ മുർഷിദ് ഹിജ്റ 1356 പുറത്തിറക്കിയ അൽ മുർഷിദിൽ, അഥവാ 1934 പുറത്തിറക്കിയ അൽ മുർഷിദിൻ്റെ ലേഖനം ഹെഡിങ് ഇങ്ങനെയാണ്: അൽ മൗലിദുൻ നബവി എന്ന ആ ലേഖനത്തിൽ, അറബി മലയാളത്തിലുള്ള പുസ്തകമാണ്, അതിൽ പറയുന്നത് ഇങ്ങനെ നമുക്ക് വായിക്കാവുന്നതാണ്: റബീഉൽ അവ്വൽ മാസം ആഗതമായിരിക്കുന്നു. അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു. നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു. ഓരോ മുസ്ലിമിൻ്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു. ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? മാനവലോകത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ സർവവിധ സൗഭാഗ്യത്തിനുള്ള മാർഗങ്ങളെ വെട്ടിത്തെളിയിച്ചു തന്ന ആ പുണ്യപുരുഷൻ, ലോകത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട ആ പുണ്യാത്മാവ് ഷഫീഉന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്പർശം കൊണ്ട് ഈ ഭൂമിയെ അനുഗ്രഹിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു റബീഉൽ മാസത്തിലായത് കൊണ്ട് തന്നെയാണ് എന്ന് അതിൻ്റെ അൽ മുർഷിദിൻ്റെ 9-ാമത്തെ പേജ്, ഹിജ്റ 1356 പ്രസിദ്ധീകരിച്ച പുസ്തകം 3 പേജ് 9 അത് വ്യക്തമായി പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും അതിൽ എല്ലാവിധ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്
മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് അൽ മുർഷിദ് നമ്മെ ബോധിപ്പിക്കുന്നത്. അതുപോലെ അൽ മുർഷിദ് 1936 പുറത്തിറക്കിയ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ പുറത്തിറക്കിയ EK മൗലവി എഴുതിയ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: മുസ്ലിം ലോകത്തെ ആകമാനം ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആഗമനം ലോകത്തിന് അനുഗ്രഹമായി അവതീർണമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെയാണ് നമ്മെ അനുസ്മരിക്കുന്നത്. അങ്ങനെയായിരുന്നു പൂർവികരായ മുൻകാലത്തുള്ള അലി മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ള അക്കാലത്തെ ആളുകളുടെ നിലപാട് അതായിരുന്നു. ഇന്ന് റബീഉൽ അവ്വൽ മാസം വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് അവർക്ക് ഹാലിളകുകയും അവർ അത് ബിദ്അത്താണെന്നും അത് കുഫറാണെന്നും ഷിർക്കാണെന്നും അതൊന്നും അനാചാരമാണെന്നും പ്രസംഗിക്കുകയും എഴുതിവിടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ലേഖനത്തിൽ തുടരുന്നു: ഈ അനുഗ്രഹങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂലമാണ് നമുക്ക് സിദ്ധിച്ചതെന്ന് ഓർക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം അടുത്ത് വരുമ്പോൾ എങ്ങനെ സന്തോഷം കൊണ്ട് പുളകിതമാകാതിരിക്കും. വഹാബികൾ കാതു തുറന്ന് കേൾക്കേണ്ട വാക്കുകളാണിത്. നിങ്ങളുടെ നേതാക്കൾ എഴുതി വെച്ച വരികളാണിത്. ഇത് കേൾക്കുമ്പോൾ സുന്നികളായ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അതേസമയം നിങ്ങൾ നിലവിളിക്കുന്നു, നിങ്ങൾ അട്ടഹസിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇനി നമുക്ക് നോക്കാം. അൽ മുർഷിദ് തന്നെ 1937 മെയ് മാസത്തിൽ പുറത്തിറക്കിയ അൽ മുർഷിദ് അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ മേൽപ്പറഞ്ഞ ഒരുപാട് സംഗതികൾ പറഞ്ഞതിന് ശേഷം മേൽപ്പറഞ്ഞ സംഗതികൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് മൗലിദിൻ്റെ മജ്ലിസ്. ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. മൗലിദിൻ്റെ സദസ്സുകൾ അതിൽ സംബന്ധിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ് എന്നാണ് അൽ മുർഷിദ് മുജാഹിദിൻ്റെ ആദ്യകാല പത്രം നമ്മെ ബോധിപ്പിക്കുന്നത്. അതൊരിക്കലും അവർക്ക് മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. ഇത് വ്യക്തമായ സത്യമാണ്. സുന്നികൾ സംഘടിപ്പിക്കുന്ന മൗലിദ് സദസ്സ് അതിൽ പങ്കെടുക്കൽ വലിയ ഭാഗ്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്, പടച്ചവൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് മുജാഹിദുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. സുന്നികൾ എത്ര വലിയ ഭാഗ്യം ചെയ്തവരാണ് എന്ന് നമ്മളിവിടെ അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ്. ഈ വായിച്ചതൊക്കെ അൽ മുർഷിദിൽ നിന്നാണ്. ഇനി ഇത്രയൊക്കെ കേൾക്കുന്ന സന്ദർഭത്തിൽ അത് ഞങ്ങൾ പലതും തള്ളിപ്പറയുന്നത് പോലെ, പല നേതാക്കളെയും അവർ തള്ളിപ്പറയുന്നത് പോലെ അൽ മുർഷിദിനെയും അവർക്ക് തള്ളിപ്പറയാൻ നോക്കുമോ? അത് ഞങ്ങൾ അന്ന് അംഗീകരിച്ചിരുന്നു, ഇന്നത് അംഗീകരിക്കുന്നില്ല എന്നെങ്കിലും അവർ പറയാൻ ഒക്കുമോ? അവർക്ക് പറയാൻ കഴിയുകയില്ല. കാരണം അൽ മുർഷിദിനെ സംബന്ധിച്ച് വിചിന്തനം 2005 ഏപ്രിൽ മാസം 1 പുറത്തിറക്കിയ ആ വിചിന്തനത്തിൽ അതിൻ്റെ 6-ാമത്തെ പേജിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹെഡിങ് തന്നെ അൽ മുർഷിദ് വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടം. അൽ മുർഷിദ് പത്രത്തെ സംബന്ധിച്ച് അൽ മുർഷിദ് വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടമാണ് എന്ന് ഹെഡിങ്ങിൻ്റെ താഴെ അവരെഴുതുന്നു. ഇവിടെയാണ് അൽ മുർഷിദിൻ്റെ വ്യതിരക്തത നാം മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ ഖുർആനും സുന്നത്തും അനുസരിച്ച് തൗഹീദിൻ്റെ ശരിയായ പാന്താവിലേക്ക് നയിക്കുവാനും സംസ്കാര സമ്പന്നമാക്കുവാനും വേണ്ടി പക്വമതികളും പണ്ഡിത കേസരികളുമായ ഒരു കൂട്ടം ഉലമാക്കളുടെ ശ്രമഫലമായുണ്ടായതാണ് അൽ മുർഷിദ്. വിചിന്തനം 2005 ഏപ്രിൽ 1 പേജ് 6. അവർ വളരെ വ്യക്തമായിക്കൊണ്ട് അവരുടെ പത്രത്തിൻ്റെ മഹിമ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഒരിക്കലും അവർക്ക് ഈ അൽ മുർഷിദിനെ തള്ളാൻ ഒക്കുകയില്ല. അൽ മുർഷിദിൽ നേരത്തെ എഴുതി വെച്ച വരികൾ അവർക്കൊരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. അതിന് എഴുതിയ നേതാക്കളെ അവർക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇന്ന് ഇവർ വാദിക്കുന്ന വാദങ്ങൾക്ക് നിരർത്ഥകമാണെന്നും അതിൽ യാതൊരു കയമ്പില്ല എന്നും സത്യം അവർ നേരത്തെ പറഞ്ഞതാണെന്നും നമുക്ക് ബോധ്യപ്പെടുകയാണ്. മൗലിദിനെ എതിർക്കുന്ന കൂട്ടരെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അൽ മുർഷിദിനെ തള്ളാൻ ഒക്കുമോ?
ഒരിക്കലും ഒക്കുകയില്ല. ഇനി ഇതുവരെ പറഞ്ഞത് മുജാഹിദുകളുടെ പത്രങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിൻ്റെയും നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അവരും ഈ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രബോധനം 1960 സെപ്റ്റംബർ 1 പുറത്തിറക്കിയ പത്രത്തിൽ, പ്രബോധനം പത്രത്തിൽ റബീഉൽ അവ്വലിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതിയത് ഇങ്ങനെ വായിക്കാവുന്നതാണ്: മുസ്ലിം ലോകം റബീഉൽ അവ്വലിൻ്റെ സമാഗമത്തെ സകൂതം കാത്തിരിക്കുന്നു. ആ ബാലവൃദ്ധം ജനങ്ങൾ ആനന്ദ തുന്തിലമായി സാമോദം സ്വാഗതം ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്നു. മുസ്ലിം ദേവാലയങ്ങളും ഭവനങ്ങളും വ്യാപാര സ്ഥലങ്ങളും വെള്ളവലിച്ചും മറ്റും അലങ്കരിച്ച് തുടങ്ങിയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഈ ആവേശത്തിന് എന്താണ് കാരണം? അത് മറ്റൊന്നുമല്ല, ക്രിസ്താബ്ദം 571 ഒരു റബീഉൽ അവ്വലിൻ്റെ സ്മരണയെ നിലനിർത്തുക എന്നതാണ്. എന്താണ് അന്നുണ്ടായത്? ലോകാനുഗ്രഹിയായ തിരുനബിയുടെ ജനനം. പ്രബോധനം 1960 അവർ എഴുതി വച്ചതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ സ്വാഗതം ചെയ്യലും അവിടെ മൗലിദ് പാരായണം ചെയ്യലും പുണ്യകർമ്മമാണെന്നും അത് അംഗീകരിക്കാൻ പറ്റുന്നതാണെന്നും ഇസ്ലാമികമാണെന്നും പ്രബോധനവും എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ പ്രബോധനം 1990 ഡിസംബർ 8 പുറത്തിറക്കിയ പുസ്തകത്തിൽ നബിദിനാഘോഷം നിഷിദ്ധമോ എന്ന ഒരു ഹെഡിങ്ങിൽ ഒരു ലേഖനം കാണാൻ സാധിക്കും. CN അഹമ്മദ് മൗലവി എഴുതിയ ലേഖനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: നിഷിദ്ധമാണെന്ന വാദത്തിന് ഒരു തെളിവും കാണുന്നില്ല. 1938 വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു അഹ്ലെ ഹദീസ് പത്രത്തിൽ നബിദിനാഘോഷം നിഷിദ്ധമാണെന്ന് ഏതോ ഒരാൾ എഴുതി കണ്ടു. അന്ന് ശുദ്ധ അഹ്ലെ ഹദീസ് കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉമറാബാദിലെ ചില വിദ്യാർത്ഥികളുടെ കൈക്കാണ് ഇവിടെ ആ വാദം രംഗപ്രവേശനം ചെയ്തത്. പ്രബോധനം 1990 ഡിസംബർ 8 പുറത്തിറങ്ങിയ പ്രബോധനത്തിലാണ് ഈ വരികളുള്ളത്. അപ്പോൾ നബിദിനാഘോഷം നിഷിദ്ധമല്ല, അത് നിഷിദ്ധമാണെന്ന വാദം വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, അത് അഹ്ലെ ഹദീസിൻ്റെ ആരോപണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും എഴുതുകയാണ്. അതുവരെ നബിദിനത്തെ അംഗീകരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അതിനെ തള്ളിപ്പറയുന്നതിൽ വലിയ അർത്ഥവുമൊന്നും ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ തുടങ്ങി ബിദ്അത്തുകാരുടെ സർവ്വപത്രങ്ങളും ആദ്യകാലത്തുള്ള നേതാക്കളും ഈ നബിദിനാഘോഷത്തെ അംഗീകരിച്ചവരായിരുന്നു. ഇന്ന് അവർ അതിനെ വിമർശിക്കുന്നതും എതിർക്കുന്നതും മറ്റെന്തിൻ്റെയോ പേരിലാണ്. അവർ പലതും പലപ്പോഴും മാറ്റിപ്പറഞ്ഞ കൂട്ടത്തിൽ ഇതും അവർ മാറ്റിപ്പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് എടുത്തു കളഞ്ഞാലേ ഇവിടെ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുകയാണ്. തങ്ങളോടുള്ള അതിയായ ശക്തമായ ദേഷ്യവും ഈർഷ്യതയുമാണ് അവരെ ഈ വഴിക്ക് എത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റി അവിടുത്തെ ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.